ഇന്ദ്രാണാം ത്വദംഗേഷധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ ദ്യുതരുകിസലയം നാദതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാഭാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥക്ഷമേധാ സ്തോത്രം ചൈതൽ സഹസ്രോത്തരമധികതരം ത്വൽപ്രസാദായ ഭൂയാൽ ദ്വേദാ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്ഫീതം ലീലാവതാരേ ഇഹമിഹ ഗുരുതാം ആയുരാരോഗ്യ സൗഖ്യം സർവത്ര ആയുരാരോഗ്യ സൗഖ്യം സർവത്ര ആയുരാരോഗ്യ സൗഖ്യം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീമദ് ഭാഗവതം പുരാണങ്ങളിൽ വെച്ച് 18 പുരാണങ്ങളിൽ വെച്ച് തിലകം എന്നാണ് വേദവ്യാസ മഹർഷി പറഞ്ഞിരിക്കുന്നത്. തിലകം മീൻസ് ഏറ്റവും ഉത്കൃഷ്ടം, ഏറ്റവും ശ്രേഷ്ഠം. കാരണം ഭാഗവതത്തിൻ്റെ ലക്ഷ്യം തന്നെ നമ്മെ ധീര മനസ്സുള്ളവരാക്കി തീർക്കലാണ്, ശക്തിയുള്ളൊരു മനസ്സിൻ്റെ ഉടമകളാക്കി തീർക്കലാണ്. അപ്പം അതിന് ശക്തിയുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണമെങ്കിൽ നമുക്ക് വേണ്ടത് ആദ്യം ജീവിതത്തെക്കുറിച്ചുള്ള അറിവാണ്. അതുകൊണ്ട് ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ നമ്മളോട് പറയുന്നത് സത്യം പരം ധീമഹി എന്നാണ്. പരമമായ സത്യത്തെ നിങ്ങൾ അറിയാൻ ശ്രമിക്കൂ. വാസ്തവത്തിൽ ഇന്ന് നമ്മളൊക്കെ നിർഭാഗ്യവാന്മാരാണ്. കാരണം നമുക്കുള്ളൊരു വിദ്യാഭ്യാസ സിസ്റ്റം, ഓൾ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെയൊക്കെ കുട്ടികൾ, ഞാനും നിങ്ങളൊക്കെ പഠിച്ചു വരുന്നത് ഒരു റോങ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ വന്നവരാണ്. റോങ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ധീരന്മാരാക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല. ആണോ? ആണോ അല്ലയോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസമുള്ളവർ സൂയിസൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇന്ന് വിദ്യാഭ്യാസമുള്ളവരാണല്ലോ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത്. ഡൽഹിയിലൊരു പെൺകുട്ടി നശിക്കപ്പെട്ടപ്പോൾ ആ പെൺകുട്ടി MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ ധീരന്മാരാകുമായിരുന്നെങ്കിൽ ഈ ലോകം ഇങ്ങനെ ആവരുത്. അപ്പോൾ എന്താണ് മനുഷ്യനെ ധീരനാക്കാനുള്ള വഴി? അപ്പം അതിനാണ് ഒരു യഥാർത്ഥ വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നതുണ്ടല്ലോ, ഇന്ന് യഥാർത്ഥമല്ല എന്നത് നിങ്ങൾ ഭാഗവതം പഠിക്കുമ്പോഴേ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയൊരു ഉദാഹരണം തന്നെ നോക്കൂ. ഇന്ന് കുട്ടികളൊക്കെ പഠിക്കുന്നു ബയോളജി എന്നുള്ളൊരു സയൻസ്. അതിൽ അവർ പഠിക്കുന്ന ഒരു തിയറിയാണ് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നുള്ളത്, ഈ ജീവജാലങ്ങൾ ഉണ്ടായത്. ബയോളജി എന്നുള്ള ജീവജാലങ്ങളെക്കുറിച്ച്. ഒരു അമീബയിൽ നിന്നുള്ള എവല്യൂഷനായിട്ടാണ് ജീവിതത്തെ അവർ കാണുന്നത്. വെള്ളത്തിൽ നിന്നും ഉണ്ടായ കെമിക്കലിലൂടെ ഉണ്ടാകുന്ന ഒരു സിംഗിൾ സെൽ, ആ സിംഗിൾ സെല്ലിനെ, കോശത്തെ അമീബ എന്ന് വിളിച്ചു. അത് മൾട്ടിപ്ലൈ അങ്ങനെ കുരങ്ങനായി. കുരങ്ങനിൽ നിന്നും ആര് വന്നു? മനുഷ്യൻ. അപ്പം നമ്മുടെയൊക്കെ പൂർവികന്മാർ കുരങ്ങന്മാരായിരുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? ഇതാണ് കുട്ടികൾ പഠിക്കുന്നൊരു തിയറി. ഇത് കംപ്ലീറ്റ്ലി അബ്സേർഡ് തിയറിയാണ്. എങ്ങനെയാണ് ടീച്ചർമാരിത് പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. സോ റോങ് തിയറി. നിങ്ങളത് ഭാഗവതം പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. 90% ഓഫ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഠിപ്പിക്കുന്നതൊക്കെ സോ അബ്സേർഡ് ആൻഡ് ഫൂളിഷ്നെസ്. എനിക്ക് അതോറിറ്റിയായിട്ട് പറയാൻ സാധിക്കും. ഇറ്റ് ഈസ് സോ അൺഫോർച്ചുനേറ്റ്. കാരണം ഞാനിതിനെ അബ്സേർഡ് എന്ന് വിളിക്കാൻ കാരണം
എന്താണ് ഈ തിയറിക്കുള്ള കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്ത് അതിൽ നിന്ന് ഒരു വ്യക്തിത്വം രൂപാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ അബ്സേർഡിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൽ എന്ന് പറയുന്നത് ഒരു ബോധമില്ലാത്ത, കോൺഷ്യസ്നെസ് ഇല്ലാത്ത ഒരു സെല്ലാണ്. സെല്ലുകൾക്ക് കോൺഷ്യസ്നെസ് ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡാർവിൻ്റെ തിയറി പ്രകാരം സെല്ലുകളിൽ നിന്നാണ് മൈൻഡ് ഡെവലപ്പ് ചെയ്തത് എന്നതാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടുവരുന്നത്. ശ്രദ്ധിക്കണേ, ആദ്യം നിങ്ങൾ ഫണ്ടമെൻ്റലി പഠിച്ചു വെക്കണം, ജീവജാലങ്ങൾ എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത്, നിങ്ങളെന്ന് പറയുന്നത് രണ്ട് എനർജിയുടെ കോമ്പിനേഷനാണ്, രണ്ട് ശക്തികളുടെ ചേർച്ചയാണ്. ഒരു വശത്ത് നിങ്ങൾ അനവധി സെല്ലുകളുള്ള, മൾട്ടിപ്പിൾ സെല്ലുകളുള്ള കോസ്മിക് എനർജിയും, വേറൊരു ഭാഗത്ത് നിങ്ങൾ ബോധമുള്ള ഒരു കോൺഷ്യസ് എനർജിയും. നിങ്ങൾക്ക് ബോധമുള്ളൊരു മനസ്സുമുണ്ട്, നിങ്ങൾക്ക് വളർന്ന് വികസിക്കുന്ന കോശങ്ങളുള്ള ഒരു ശരീരവുമുണ്ട്. ശരീരവും മനസ്സും ചേർന്നവരല്ലേ നാം? ആണോ അല്ലയോ? ശരീരവും മനസ്സും ചേർന്നവരാണ് നമ്മളെങ്കിൽ, ഡാർവിൻ പഠിപ്പിക്കുന്ന തിയറിയിൽ മനസ്സ് രൂപാന്തരപ്പെടുന്നത് ശരീരത്തിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്. ശരീരത്തിലെ സെല്ലുകളാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. നിങ്ങൾ ജനിച്ചു വളരുന്ന സമയത്തുള്ള ശരീരത്തിലെ സെല്ലുകളല്ല, കോശങ്ങളല്ല നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഡിവൈഡ് ചെയ്ത് കൂടുതൽ കൂടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ക്യാൻസർ എന്നൊരു സാധനം ശരീരത്തിൽ വന്നാൽ അവൻ അവിടെ കിടന്ന് സ്പ്രെഡ് ചെയ്ത് മൾട്ടിപ്പിൾ ആവും. ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും അവൻ വ്യാപിക്കും. ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഈ സെല്ലുകൾക്ക് മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. സെല്ലുകളിൽ നിന്നും, കോശങ്ങളിൽ നിന്നും മനസ്സ് രൂപാന്തരപ്പെടുമോ എന്നതാണ് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ. ചോദ്യം മനസ്സിലായി നിങ്ങൾക്ക്? എന്താണ്? ശരീരത്തിലെ കോശങ്ങളിൽ നിന്നും മനസ്സ് രൂപാന്തരപ്പെടുമോ? മനസ്സ് രൂപാന്തരപ്പെടുമെങ്കിൽ, ഇന്നെടുക്കുക നമുക്ക്, എങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിൽ ആരില്ല? പറയൂ, മനസ്സില്ല. അപ്പം ഡാർവിൻ്റെ തിയറി പ്രകാരം സെല്ലുകളിൽ നിന്നാണ് മനസ്സ് രൂപാന്തരപ്പെട്ടതെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും ശരീരത്തിൻ്റെ കൂടെ ആര് വേണം? മനസ്സ് വേണം. അപ്പം എന്താ, അതെവിടെ പോയി എന്നത് ഡാർവിൻ പറഞ്ഞിട്ടില്ല. വീണ്ടും നമുക്ക് നോക്കാം. ശരീരം, സെല്ലുകൾ ഫോം ചെയ്യുന്നുണ്ട്, സെല്ലുകൾ മരിക്കുന്നുണ്ട്, പുതിയ സെല്ലുകൾ രൂപാന്തരപ്പെടുന്നുണ്ട്. ശൈശവത്തിലെ ശരീരകോശങ്ങളല്ല ഇന്ന് നിങ്ങളുടെ കൂടെ, അതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശൈശവത്തിലുള്ള മനസ്സ്, ആ സമയത്തുള്ള ഓർമ്മകൾ ഇന്നും നിങ്ങളുടെ കൂടെയുണ്ടോ? അല്പമെങ്കിലും ബാല്യത്തിലെ, കൗമാരത്തിലെ, യൗവനത്തിലെ ഓർമ്മകൾ കുറയ്ക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? പക്ഷെ ആ സമയത്തുള്ള സെല്ലുകളൊന്നും, കോശങ്ങളൊന്നും നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ അതിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, സെല്ലുകളിലാണ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്, ഏതിൽ നടക്കുന്നില്ല? പറയൂ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വളർച്ച ഒരുപോലെയല്ല എന്നർത്ഥം. ശരീരം വളരുന്നതിൻ്റെ പ്രൊപ്പോർഷൻ അല്ല ആര് വളരുന്നത്? പറയൂ, മനസ്സ് വളരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശരീരവും മനസ്സും ഒന്നല്ല, രണ്ടും രണ്ടാണ്. വീണ്ടും നമ്മൾ നോക്കും, വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരാളുടെ കൈകളോ കാലുകളോ മുറിച്ചു മാറ്റിയാൽ, ആ അവയവങ്ങൾ ശരീരത്തിൽ നിന്ന് മാറ്റിയാലും, മുമ്പ് ശരീരമുള്ള സമയത്തുള്ള പൂർണ്ണ മനസ്സ് ശരീര അവയവങ്ങൾ പോയി കഴിഞ്ഞാലും നിങ്ങളിൽ പലരും പല ഓപ്പറേഷനിലൂടെ കടന്നു പോയിട്ടില്ലേ? അന്നത്തെ മനസ്സ് വീണ്ടും അതുപോലെ ഉണ്ടാകുമോ? അതോ മനസ്സിൻ്റെ ഒരു അംശം നമുക്ക് നഷ്ടപ്പെടുമോ? ഉണ്ടോ ഇല്ലയോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്?
അപ്പോൾ ശരീരത്തിൻ്റെ കൂടെ പോകുന്ന ഒന്നല്ല ഏത്? മനുഷ്യൻ്റെ മനസ്സെങ്കിൽ മനസ്സും ശരീരവും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഇത് രണ്ടും ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന തിയറി അബ്സേർഡ് അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇത് ഫൂളിഷ് തിയറിയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, ശ്രീമദ് ഭാഗവതമൊക്കെ എഴുതി വെച്ചാൽ ഒരു പരീക്ഷയ്ക്കും നമുക്ക് മര്യാദയ്ക്ക് ഉത്തരം എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ കുറേ വിഡിത്തങ്ങളാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. ഓരോ തിയറികളും ഭാഗവതത്തിൻ്റെ ബേസിലിരുന്ന് നിങ്ങൾ നോക്കുമ്പോണ്ടല്ലോ, സോ ഫൂളിഷ്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇനി ഒരു പുതിയൊരു എഡ്യൂക്കേഷനും കൂടി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. മനസ്സിനെ ധീരമാക്കുന്നൊരു എഡ്യൂക്കേഷൻ. അവിടെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്, ശ്രദ്ധിക്കണേ, നാം മനസ്സിനെ മാറ്റി മറയ്ക്കുന്ന ഒരു സിദ്ധാന്തം നമ്മുടെ മനസ്സിൽ പഠിപ്പിക്കണം. സൃഷ്ടി എന്നാൽ, ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത് ഈ വാക്കുകളൊക്കെ, സൃഷ്ടി എന്നതിന് അർത്ഥം കൂടിച്ചേരുക എന്നാണ്. സൃഷ്ടി എന്നതിന് ഒന്നിൽ നിന്ന് ഒന്ന് ഉണ്ടാവുക എന്നല്ല അർത്ഥം, നേരത്തെ ഉള്ളത് കൂട്ടിച്ചേർക്കുക എന്നാണ് അർത്ഥം. നേരത്തെ ഉള്ളത് വേറൊരു രൂപത്തിലാക്കുക എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ ഈ വാക്ക് പറയുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് യാതൊരു വികാരവും തോന്നുന്നില്ല. കാരണം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നൊരു കാര്യം, നിങ്ങളുടെ മനസ്സിൽ ദൃഢമാക്കിയിരിക്കുന്നൊരു കാര്യം, നിങ്ങളെന്ന് പറയുന്നൊരു വ്യക്തി ഒരു സിംഗിൾ വ്യക്തിത്വമായി നിങ്ങൾ എടുത്തുപോയി. നിങ്ങളെന്ന് പറയുമ്പോഴുണ്ടല്ലോ നിങ്ങൾക്കൊരിക്കലും ഒരു ഉറപ്പ് വരുന്നില്ല, ഞാനെന്ന് പറയുന്നത് ഒരു ബോധമുള്ള ഒരു മനസ്സും പ്രപഞ്ചമായിരിക്കുന്ന ഒരു ശരീരവും പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ശരീരവും രണ്ടും കൂടെ ചേർന്നതാണെന്ന് നമുക്കൊരു ഒരു ബോധം വരുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആദ്യം നമ്മെ പഠിപ്പിക്കുന്ന തിയറിയാണ് ദേഹി സംയോഗം. ആരാണ് നിങ്ങളെന്ന് പറയുന്നത്? ദേഹി സംയോഗം. ഇത് നിങ്ങൾ എഴുതി വെക്കണേ. ഇതൊക്കെ ഞാൻ പറയുന്നത്, നമ്മളെന്ന് പറയുന്നത് ദേഹി സംയോഗം എന്നാണ്. ഈ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ദേഹവും ദേഹിയും സംയോഗം ചെയ്യപ്പെട്ടവരാണ് നിങ്ങളെന്ന് പറയുന്നത് ഒരു സിംഗിൾ പേഴ്സണാലിറ്റി അല്ല. നിങ്ങളെന്ന് പറയുന്നത് ഒരു കമ്പൈൻഡ് പേഴ്സണാലിറ്റിയാണ്, കോ റിലേറ്റഡ് പേഴ്സണാലിറ്റിയാണ്, കോ എക്സിസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്, ഇന്നർ റിലേറ്റഡ് പേഴ്സണാലിറ്റിയാണ്, ഇന്നർ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റിയാണ്. ഇവിടെ രണ്ട് ഘടകങ്ങൾ കൂടി ചേർന്നിട്ടുള്ള വ്യക്തിത്വമാണ് ദേഹവും ദേഹിയും. കൃഷ്ണൻ ഗീതയിലെ 2-ാം അധ്യായത്തിൽ ഇത് പറഞ്ഞു തരുന്നു. ഞാൻ ചില ശ്ലോകങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇമ്പോർട്ടൻ്റ്. ഹൗ കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു ദൈവമല്ല, ഒരു ഗുരുവാണ്. നിങ്ങൾക്കതിലൂടെ മനസ്സിലാവും. ഈ ഡാർവിനൊക്കെ അപ്പുറം കടന്ന ആളാണ് കൃഷ്ണൻ. ഡാർവിനൊന്നും അടുത്തെത്താൻ പറ്റില്ല കൃഷ്ണൻ്റെ. എന്നിട്ട് നോക്കൂ, ആ കൃഷ്ണൻ്റെ തിയറിയൊക്കെ പഠിപ്പിക്കാതെ വിഡിത്തങ്ങൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആ കുട്ടികൾ സ്കൂളിൽ പറഞ്ഞയക്കുന്നത് അതിലൊരു വിഷമം തോന്നുന്നു എനിക്ക്. നിങ്ങൾ ഭാഗവതം പഠിക്കാൻ പറഞ്ഞയക്കൂ. മനസ്സിലായില്ലേ? ഈ പൊട്ടത്തരമൊക്കെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഉള്ള സത്യം തുറന്നു പറയാം. പിന്നെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ആ വിഡിത്തങ്ങളൊക്കെ എഴുതി വയ്ക്കാം, അത്രയേ ഉള്ളൂ. ട്രൂലി സ്പീക്കിംഗ്, എന്നോട് ചോദിക്കാൻ ഇനി സ്കൂളിൽ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജന്മം പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ. കാരണം ഓരോ തിയറികളും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ പറയുന്നതൊക്കെ സയൻറ്റിഫിക്കായിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാം. ഈ പറയുന്ന എത്ര സത്യമാണ് കൃഷ്ണൻ പറയുന്നത്. 2-ാം അധ്യായത്തിൽ 13-ാമത് ശ്ലോകം. ദേഹിനോസ്മിൻ യദാ ദേഹേ കൗമാരം യൗവനം ജരാം തഥാ ദേഹാന്തരപ്രാപ്തി ധീരത്തത്ര ന മുഹ്യതി. നിങ്ങളുടെ ശരീരം ബാല്യം, കൗമാരം, യൗവനം, ജര എന്നതിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല. വാസ്തവത്തിൽ ശരീരം ഇങ്ങനെ പല അവസ്ഥകളിലൂടെയും കടന്നു പോകുമ്പോൾ ഇതെല്ലാം കടന്നു പോകുന്നത് ദേഹി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ബോധമുള്ള മനസ്സ് എന്നർത്ഥം. ഇപ്പോൾ ഒരു ബോധമുള്ള ഒരു മനസ്സിലൂടെയാണ് ഈ ശൈശവവും ബാല്യവും കൗമാരവും എല്ലാം കടന്നു പോയിട്ടുള്ളത്. നിങ്ങളുടെ ശരീരത്തിലൂടെ മനസ്സ് കടന്നു പോവുകയല്ല ചെയ്യുന്നത്. ഒരു മനസ്സിലൂടെ ശരീരമാണ് കടന്നു പോകുന്നത്.
അപ്പം ദേഹവും ദേഹിയും സംയോഗം ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ. നോക്കൂ, ഞാനൊരു ചെറിയ ഉദാഹരണം ചോദിക്കട്ടെ. കുട്ടികൾ പഠിക്കുന്നു ഡാർവിൻ തിയറി. സെല്ലുകളിൽ നിന്നാണ് ഒരു ജീവൻ രൂപാന്തരപ്പെട്ടതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരു ആണും പെണ്ണും അടുത്തിരുന്നാൽ ആ പെണ്ണ് പ്രഗ്നൻ്റ് ആവണം. എന്തൊരു അപകടം നോക്കൂ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ ആരുടെങ്കിലും അടുത്തിരുന്നാൽ പിറ്റേ ദിവസം ഗർഭിണിയായി കഴിഞ്ഞാൽ അവസ്ഥയാലോചിച്ച് നോക്കൂ. ഇറ്റ്സ് എ റോങ് തിങ്. ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ ആ കുഞ്ഞുണ്ടാവണം എന്നുള്ള ഒരു സെക്ഷൽ ഡിസയർ, ഒരു കാമചിന്ത ശരീരത്തിലല്ല വരുന്നത് മനസ്സിലാണ്. ഇപ്പം രണ്ട് ശരീരങ്ങൾ ചേരുന്നതിന് മുമ്പ് രണ്ട് മനസ്സുകൾ ചേരണം. ആണോ അല്ലയോ? ഇനി ഒരു സ്ത്രീ ഗർഭിണിയാവുന്നു. ആ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് അവിടെ വളരണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ശരീരമല്ല, മനസ്സാണ്. വേണ്ട എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എത്രയോ സ്ത്രീകൾ അബോർഷൻ ചെയ്യാറുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇനി ആ കുഞ്ഞ് എടുത്ത് വളർത്തുന്നതും അവിടെയും തീരുമാനമെടുക്കുന്നത് ശരീരമല്ല, മനസ്സാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഡാർവിൻ്റെ തിയറിയിൽ മനസ്സിന് വല്ല റോളുമുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ അത് വല്ലതും പഠിക്കുന്നുണ്ടോ? നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഡാർവിൻ ഒരിക്കലും മനസ്സിന് സൃഷ്ടിയിൽ ഒരു റോളുണ്ടെന്ന് പറയുന്നത്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ഇതാണ് നമ്മളെ തെറ്റായൊരു വിദ്യാഭ്യാസത്തിലൂടെ വളർത്തി, ഈ ഗവൺമെൻറ് സിസ്റ്റമൊക്കെ അങ്ങനെ വളർത്തിക്കൊണ്ടുപോകും. എന്നാൽ ഡാർവിൻ പറയുന്ന മുഴുവൻ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഫിസിക്കൽ ലെവലിൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കണമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഫിസിക്കൽ ലെവലിലാണ് മനസ്സ് രൂപാന്തരപ്പെടുന്നത് പറഞ്ഞാൽ അത് അബ്സേർഡാണ്. കാരണം ശരീരവും മനസ്സും ഒന്നല്ല, ശരീരവും മനസ്സും രണ്ടാണ്. കൃഷ്ണൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ തിയറി നിങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പം നിങ്ങളെന്ന് പറയുന്നത് ദേഹി സംയോഗം, ദേഹവും ദേഹിയും സംയോഗം ചെയ്യപ്പെട്ടുള്ള, ഏതുപോലെ വസ്ത്രവും ശരീരവും എന്ന പോലെ. ശരീരത്തിൽ നിന്ന് ഉണ്ടായതല്ല വസ്ത്രം, ആണോ? ഫുളിഷ്നെസ് ആണത് പറയുന്നത്. ശരീരവും വസ്ത്രം രണ്ടാണ്. ശരീരത്തിൽ വസ്ത്രമെടുത്ത് നാം അണിയുമ്പോൾ ഇതിനോട് കൂടിച്ചേർന്നിരിക്കുന്നു. ഈ വസ്ത്രം കൂടിച്ചേർന്നിരിക്കുന്നതിനെ നമുക്ക് വേർപിരിക്കാനും സാധിക്കും. അതുകൊണ്ട് ഭാരതീയരെ സംബന്ധിച്ച് ജനനം എന്ന് പറയുന്നത് കൂടിച്ചേരലെന്നും, ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജനനം എന്ന് പറയുന്നത് സംയോഗമെന്നും മരണമെന്ന് പറയുന്നത് വിയോഗമെന്നും, വേർപിരിയൽ എന്നും. കൂടിച്ചേരുകയും വേർപിരിയലും ഒരു കല്യാണം പോലെ തന്നെ. ഒരു ഭാര്യയും ഒരു സ്ത്രീയും പുരുഷനും കൂടിച്ചേരുന്നു, അവർ ജീവിതം മുന്നോട്ട് പോവില്ല എന്ന് നിശ്ചയിച്ച് പരസ്പരം വേർപിരിയുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം ഈ കൂടിച്ചേരലും വേർപിരിയലുമാണ് ജീവിതമെങ്കിൽ ഇത് വളരെ ഗംഭീരമായൊരു കണ്ടുപിടുത്തമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. ഇവിടെ കൂടിച്ചേരലും പറയൂ വേർപിരിയലും, സംസ്കൃത വാക്ക് സംയോഗ വിയോഗം, ഇതാണ് ഇവിടെ സംഭവിക്കുന്നതെങ്കിൽ, അപ്പോൾ നമുക്ക് ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കണം. സംയോഗം ചെയ്യപ്പെടുന്ന സാധനം നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കണം. വിയോഗം ചെയ്തു കഴിഞ്ഞാലും അതെല്ലാം, മനസ്സിലായില്ല? വിയോഗം ചെയ്താലും അതെല്ലാം ഇവിടെ വീണ്ടും ഉണ്ടായിരിക്കണം. ഒന്നിനും ഒരു നാശവും ഇവിടെ സംഭവിക്കുന്നില്ല എന്ന്. ഇത് ബുദ്ധിപരമായി നമുക്ക് ഉറച്ചു കഴിഞ്ഞാൽ ഒരു മരണം എന്ന് പറയുന്നത് നിങ്ങളൊരിക്കലും നാശമായി കാണില്ല. ഇന്ന് നിങ്ങൾ മരണത്തിൽ ദുഃഖിക്കുന്നതിന് കാരണം, ഇന്ന് നിങ്ങൾ മരണത്തിൽ തളരുന്നതിന് കാരണം, നിങ്ങൾ മരണത്തെ കാണുന്നത് വേർപിരിയലായിട്ടല്ല കാണുന്നത്, നിങ്ങൾ മരണത്തെ കാണുന്നത് നാശമായി കാണുന്നു, നഷ്ടമായി കാണുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ നഷ്ടമല്ല സംഭവിക്കുന്നത്, ഇവിടെ സംഭവിക്കുന്നത് കൂടിച്ചേർന്നിരിക്കുന്നത്, പറയൂ, വേർപിരിയലാണ്. ഈ വാക്കുകളൊന്നും നിങ്ങൾ വിടരുത്. കാരണം ഇതൊക്കെയാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള സത്യങ്ങൾ. ഇത് നമുക്ക് ഉറപ്പിക്കാം, പറഞ്ഞുറപ്പിച്ച് ഞാൻ തരാം നിങ്ങളുടെ മനസ്സിൽ. സംയോഗം വിയോഗം.
അപ്പോൾ സംയോഗ വിയോഗം ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ ഉറപ്പാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് പറഞ്ഞു വയ്ക്കണം, മനസ്സിൽ ഓർത്ത് വയ്ക്കണേ. ഒന്ന്, സംയോഗം ചെയ്യാനുള്ള സാധനങ്ങൾ നേരത്തെ തന്നെ ഉള്ളതാണ്. രണ്ടാമത്തത്, സംയോഗത്തിലിരിക്കുമ്പോഴും എപ്പോൾ വേണമെങ്കിലും അത് വിയോഗം ചെയ്യാവുന്നതാണ്. മൂന്നാമത്തത്, വിയോഗം സംഭവിച്ചാലും അതിന് എന്തില്ല, നാശമില്ല. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ സത്യം ഇന്ന് മോഡേൺ സയൻസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഫിസിക്സ് ഈ കാര്യത്തിൽ, ഡാർവിനും ഈ കാര്യത്തിൽ ഒരു കാര്യം അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ മൾട്ടിപ്പിൾ ചെയ്ത് ഒന്ന് മറ്റൊന്നിലേക്ക് മാറുന്നു എന്ന് സയൻസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫിസിക്സിൻ്റെ ഒരു തിയറി ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, എനർജിയെ ഉണ്ടാക്കാനും സാധ്യമല്ല, എനർജിയെ നശിപ്പിക്കാനും സാധ്യമല്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണം ഒരു വളയെടുത്ത് ഉരുക്കി കഴിഞ്ഞാൽ സ്വർണം ഒരിക്കലും നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്. അതേ സ്വർണത്തെ നമുക്ക് വേറൊരു രൂപത്തിലേക്ക് ആക്കാൻ സാധിക്കുന്ന പോലെ വൺ ഫോം ക്യാൻ ബി ചേഞ്ച് ഇൻ ടു അനദർ ഫോം എന്ന് ഇന്നത്തെ മോഡേൺ സയൻസ് പറയുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണൻ, നോക്കണേ, ഇന്നത്തെ ഫിസിക്സ് ഇതൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ നിങ്ങളെ ഒരു തിയറി പഠിപ്പിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ 22-ാമത് ശ്ലോകം, 22, 25 അതായിരിക്കണം. ഇതാണ് 22 അല്ല, സോറി, 25. അവ്യക്താദീനി ഭൂതാനി 28, അവ്യക്താദീനി ഭൂതാനി 28. ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണേ. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരതം അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ സ്പാർക്കാണത്. ഒന്നുകൂടി ചൊല്ലൂ നിങ്ങൾ. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരതം അവ്യക്തനിധനാന്യേവ തത്ര കാ പരിദേവന. തത്ര, ഈ കാര്യം മനസ്സിലായാൽ, കാ പരിദേവന, ആരാണ് തളരുക എന്നാണ് കൃഷ്ണൻ ചോദിക്കുന്നത്. എന്താ മനസ്സിലാക്കേണ്ടത് കൃഷ്ണ? അവ്യക്താദീനി, ഭഗവാൻ പറയുന്നു, നേരത്തെ എല്ലാം അവ്യക്തമായി നിൽക്കുന്നു. അവ്യക്തം എന്ന് പറഞ്ഞാൽ അർത്ഥം, അവ്യക്തം എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ അവ്യക്തം എന്ന് പറയുന്നത്. വ്യക്തം അല്ലാതെ, വ്യക്തമല്ലാതെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ്, അവിടെ ഉണ്ട്, പക്ഷേ അത് വ്യക്തമായി കാണാൻ പറ്റുന്ന രൂപത്തിലല്ല. അപ്പോൾ ഉണ്ട്, എക്സിസ്റ്റിംഗ് ആണ്. അപ്പം നേരത്തെ ഉണ്ട്, നേരത്തെ ഉള്ളത്, പിന്നീട് വ്യക്തമദ്യാനി. മദ്യാനി മീൻസ് മറ്റേ മദ്യ അല്ല, അത് മദ്യാനി എന്ന് പറഞ്ഞാൽ പിന്നീട് അത് വ്യക്തമായിത്തീരുന്നു, അത് കാണാൻ പറ്റുന്നൊരു രൂപത്തിലാവുന്നു. വീണ്ടും അതിനെന്ത് സംഭവിക്കുന്നു? എഗെയിൻ അവ്യക്തമായി തീരുന്നു. അത് ആ രൂപത്തിൽ കാണാൻ പറ്റാതെ വീണ്ടും അത് അവ്യക്തമായി നിൽക്കുന്നു. പറഞ്ഞാൽ അത് നശിക്കുന്നു എന്നാണോ വാക്ക്? അതോ നമുക്ക് വേറൊരു രൂപത്തിൽ നിൽക്കുന്നു എന്നാണോ, വേറൊരവസ്ഥയിൽ നിൽക്കുന്നു എന്നാണോ? ഏതാണ്? അപ്പോൾ ഇവിടെ ഒരു നഷ്ടം, നാശം ഉണ്ടോ? ഇല്ല. ശ്രദ്ധിക്കൂ നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഒരു വ്യക്തി, നമ്മളിന്ന് നമ്മുടെ തലത്തിൽ തന്നെ ചിന്തിക്കുക. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണെന്ന് വിചാരിക്കുക. മിക്കവാറും ആവിലെ ഉപ്പുമാവാവും. കാരണം മിക്കവാറും സപ്താഹം തുടങ്ങുന്നത് ഉപ്പുമാവിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇഡ്ഡലിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഉപ്പുമാവാണെന്ന് വിചാരിച്ചോളൂ. എനിവേ, നിങ്ങളത് കഴിക്കുന്ന സമയത്ത് ആ ആഹാരം നിങ്ങളുടെ ശരീരത്തിൽ ഡൈജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൽ പുതിയ കോശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അത് എനർജിയായി മാറുന്നു.
ആ ഉപ്പുമാവോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ നിങ്ങൾ കഴിക്കുന്ന രൂപത്തിലാണോ പിന്നെ അത് നിൽക്കുന്നത്? ആണോ? അല്ല, അത് വേറൊരു രൂപത്തിലായി. ആ രൂപമായി തീർന്ന ശരീരം അതും ഇതുപോലെ പ്രക്രിയകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തെ കത്തിച്ചാമ്പലാക്കിയാൽ ഇനി ആ രൂപം വ്യക്തമല്ല. പക്ഷെ ആ ശരീരം ചാരമായി തീർന്നത് ചെടികൾ വലിച്ചെടുക്കുമ്പോൾ അത് ആ ചെടിയുടെ ജീവിതത്തിൽ അതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി തീരുമോ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ അത് വേറൊരു രൂപത്തിൽ ആ ചെടികളുടെ ശരീരത്തിലുണ്ടോ? ആ വ്യക്തി പരിപൂർണമായി നശിച്ചു പോവുകയാണോ ചെയ്യുന്നത്? ആ ശരീരം വേറൊരു ശരീരത്തിൽ വേറൊരു രൂപമായി തീരുകയാണോ ചെയ്യുന്നത്? അപ്പോൾ ഒരു കാര്യം സത്യമാണ്, ഒരു ശരീരവും ഇവിടെ പരിപൂർണമായി നശിക്കുന്നില്ല. ഒരു ശരീരം വേറൊരു രൂപമായി മാറുന്നു. ഒരു കുട്ടിയുടെ ശരീരം ഒരു യൗവന ശരീരത്തിലേക്ക് മാറുന്നു. അതോടുകൂടി ആ കുട്ടിയുടെ ശരീരം പോയി കഴിഞ്ഞു, അത് മറ്റൊരു രൂപമായി മാറി. ഇങ്ങനെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് പോകുന്നു. ഇതാണ് ഏതിൻ്റെ കാര്യം? ശരീരത്തിൻ്റെ കാര്യമെങ്കിൽ ഭഗവാൻ പറയുന്നു മനസ്സിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. അതിനും എന്തില്ല? നാശമില്ല. ഒരു ശരീരത്തെ വിട്ട് ഭഗവാൻ പറയുന്നു അത് മറ്റൊരു ശരീരത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെന്താ സ്വാമി പ്രൂഫ്? ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതിന് എന്താ പ്രൂഫ്? അതിൻ്റെ പ്രൂഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാല്യത്തിലുള്ള മനസ്സ് യൗവന ശരീരത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? യൗവനത്തിലുള്ള മനസ്സ് കൗമാര ശരീരത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ആ മനസ്സ് ഇന്ന് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ശരീരങ്ങൾ മാറുമ്പോഴും ആര് യാത്ര ചെയ്യുന്നുണ്ട്? മനസ്സ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ശരീരത്തെ വിട്ട് മറ്റൊരു ശരീരത്തിലൂടെ യാത്ര ചെയ്യാനുള്ള കഴിവ് ഏതിനുണ്ട്? മനസ്സിനുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പറയും, ഈ ശരീരത്തിൽ സ്വാമി എന്ത് യാത്ര ചെയ്യണു? ശരീരം മാറിക്കൊണ്ടിരിക്കണു, മനസ്സതിലുണ്ട്, അതിനെന്ത് യാത്ര ചെയ്യണമെന്ന് പറയുന്നത്? ശരി, നല്ലൊരു ഉദാഹരണം ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തരുന്ന ഉദാഹരണം സ്വപ്നമേവ്. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഉറക്കത്തിലേക്ക് പോയ മനസ്സ് ഒരു സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ ആ സ്വപ്നത്തിൽ ഭാവന ചെയ്ത ഒരു രൂപത്തെ എടുത്ത് ആ മനസ്സ് പല അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങളുടെ സ്ഥൂല ശരീരം കിടക്കയിൽ കിടക്കുമ്പോഴും അതിനെക്കുറിച്ച് അല്പം പോലും ബോധമില്ലാതെ മനസ്സ് മറ്റൊരു രൂപത്തെ ഭാവന ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ശരീരത്തിലിരിക്കെ തന്നെ മറ്റൊരു ശരീരത്തെക്കുറിച്ച് ഭാവന ചെയ്യാനുള്ള കഴിവ് ഏതിനുണ്ട്? മനസ്സിനുണ്ട്. എത്ര സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? എത്ര സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ട് പേടിച്ചിട്ടുണ്ട്? എത്ര സ്വപ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്? അതിലൂടെയൊക്കെ കടന്നുപോയത് നിങ്ങളുടെ ശരീരമല്ലല്ലോ, അതിലൂടെ കടന്നുപോയത് മനസ്സല്ലേ. മനസ്സിന് ഒരു ശരീരത്തെ വിട്ട് മറ്റൊരു ശരീരം. അതുകൊണ്ട് നിങ്ങളൊക്കെ പിണ്ടം ചെയ്താലും ശ്രാദ്ധം ചെയ്താലും ഇല്ലെങ്കിലും ഒരാൾ മരിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഋഷീശ്വരന്മാർ കൃഷ്ണൻ പറയുന്നു, ഒരു ശരീരം മരണമെന്ന് പറയുന്നത് നിങ്ങൾ ഉറപ്പിക്കണം. മരണമെന്ന് പറയുന്നത്, ജനനമെന്ന് പറയുന്നത് കൂടിച്ചേരലെങ്കിൽ മരണമെന്ന് പറയുന്നത് വേർപിരിയലാണ്. കൃഷ്ണൻ പറയുന്നു വേർപിരിഞ്ഞത് കൂടിച്ചേരും. ശരീരം മണ്ണിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കൂ, നിങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിക്കൂ, നിങ്ങൾ അപ്പോഴേ മനസ്സിലാവും. മനസ്സും ശരീരവും വേർപിരിഞ്ഞാൽ ഒരു വേർപിരിയൽ സംഭവിച്ചു. പക്ഷെ ആ ശരീരം മണ്ണുമായി കൂടിച്ചേരുമോ? മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയും. മനസ്സും ശരീരവും വേർപിരിഞ്ഞാൽ നിങ്ങളുടെ കാര്യം വേണ്ട, എൻ്റെ കാര്യം തന്നെ, ഞാൻ അടിച്ചുപോയി എന്ന് വിചാരിക്കുക. എന്ന് വിചാരിച്ചാൽ മതി, അങ്ങനെ ചിന്തിക്കരുത്. എനിക്ക് കുറച്ച് കാലം കൂടി ഇവിടെ ജീവിക്കണമെന്നുണ്ട്. അങ്ങനെ വേർപിരിഞ്ഞു പോയാൽ, മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞാൽ ഉടനെ തന്നെ ഈ ശരീരം
മണ്ണുമായി കൂടിച്ചേരുമോ? ചേരുമോ? ഇനി അവിടെ വെച്ച് മണ്ണിലേക്ക് അതിനെ ദഹിപ്പിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചേർത്തി അതിനെ ചെടികളൊക്കെ വലിച്ചെടുത്താൽ, അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഈ മരിച്ചെടുത്ത ഈ ധാന്യങ്ങളോ അല്ലെങ്കിൽ കൃഷി എന്താ പറയുക വല്ല വാഴയോ തെങ്ങൊക്കെ കൊണ്ടുവച്ചാൽ, ഇപ്പം നിങ്ങളൊക്കെ കഴിക്കുന്ന ആഹാരം നിങ്ങൾ വിചാരിച്ചിരിക്കണ്ടോ ഇതിൽ വേറെ ആരൊന്നും ഇല്ല എന്നുള്ളത്? എത്ര എല്ലുപൊടിയൊക്കെ ഇട്ടിട്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. ആ എല്ലുപൊടിയൊക്കെ ഓരോന്നിനെയും കൊന്നതിൻ്റെ എല്ലുപൊടികളൊക്കെയാണ്. ആണോ? തെങ്ങിനൊന്നും എല്ലുപൊടി ചേർക്കാറില്ല. എത്രയോ ആടും പശുവും പോത്തും കഴുതയൊക്കെ നിങ്ങളുടെ ശരീരത്തിലുണ്ട് എല്ലുപൊടിയായിട്ട്. ഇതുപോലെ ഈ ശരീരം മുഴുവൻ ദഹിപ്പിച്ച് മണ്ണിലേക്ക് ചേർത്താൽ അത് ചെടികൾ വലിച്ചെടുക്കുമ്പോൾ അത് ആ ചെടിയിലേക്ക്, നിങ്ങളെ വാക്ക് വിട്ടു, ഞാൻ പറഞ്ഞ പ്രയോഗം നിങ്ങൾ വിട്ടു, അത് ആ ചെടിയിലേക്ക് പറയൂ കൂടിച്ചേരുന്നു, സംയോഗം ചെയ്യുന്നു. ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഒരിടത്ത് വേർപെട്ടാൽ വേറൊന്നിലേക്ക് കൂടിച്ചേരുന്നു. എങ്കിൽ മനസ്സിൻ്റെ കാര്യവും ഇത് തന്നെ. ഒരു ശരീരത്തിൽ നിന്നും വേർപെട്ടാൽ അത് മറ്റൊരു ശരീരത്തിലേക്ക് ചേരുന്നു. എന്താ സ്വാമി ഇതിന് തെളിവ്? അതിൻ്റെ തെളിവാണ് ആണിൻ്റെ ശരീരത്തിലുള്ള ആയിരക്കണക്കിന് സ്പേംസ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആണിൻ്റെ ശരീരത്തിൽ ഒരു ബീജമായി മാറും. മെഡിക്കൽ സയൻസ് ബയോളജിക്ക് പറ്റിയ അടുത്ത അബദ്ധം. നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന അബദ്ധങ്ങളുണ്ടല്ലോ, കുറേയൊക്കെ അബദ്ധങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഭഗവത്ഗീതയൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. പഠിപ്പിക്കുന്നത് ശരീരത്തിൽ നിന്ന്, പ്രോസ്ട്രേറ്റിൽ നിന്ന് സ്പേംസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. ബ്ലഡ് എന്താ പറയുക, ബ്ലഡിനുണ്ടാവുന്ന മാറ്റമാണത്രേ സ്പേംസ്. ഓക്കെ, സയൻസ് പറയണത് നമ്മൾ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഓരോ ആണിൻ്റെ ശരീരത്തിലും 1-2 സ്പേംസ് അല്ലല്ലോ, ആണോ? ഒരുപാട് സ്പേംസുകളുണ്ട്, 1000-ലധികം സ്പേംസ് ഉണ്ട്. ഈ 1000-ലധികം സ്പേംസുകൾ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ശരീരത്തിൽ ഒരേ ഒരു അണ്ടമേ ഉള്ളൂ, അല്ലേ? അപ്പം അതിൽ ഈ 1000കണക്കിന് സ്പേംസിൽ ഒരു സ്പേം മാത്രമാണ് ആ സ്ത്രീയുടെ ശരീരത്തിലെ അണ്ടവുമായി ചേർന്ന് ഗർഭപാത്രത്തിൽ വീണ് ഒരു കുഞ്ഞായി തീരുന്നത്. എൻ്റെ ചോദ്യം, നമുക്കൊരു 1000 സ്പേമുകൾക്ക് 1000 അണ്ടവുമായി കൂട്ടിച്ചേർക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക. ഇതൊക്കെ ഒരു ആണിൻ്റെ ശരീരത്തിൽ നിന്ന്, ബ്ലഡിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ് മുഴുവനായി എന്ന് സമ്മതിക്കുകയാണെങ്കിൽ ഈ 1000 കുട്ടികൾ അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ഇവരുടെ 1000 പേരുടെയും സ്വഭാവം ഒരുപോലെ ആയിരിക്കുമോ? ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ, ട്വിൻസായി ജനിക്കുന്നവരെ അവരെടുക്കും. ഒരേ ഗർഭപാത്രത്തിൽ സ്പ്ലിറ്റായി വന്ന് X ക്രോമസോണും Y ക്രോമസോണും ചിലപ്പോൾ കമ്പൈൻഡ് ആയിട്ട്, അല്ലെങ്കിൽ അമ്മയുടെ ശരീരത്തിലെ അണ്ടം വേർപിരിഞ്ഞുണ്ടായി അതിൽ 2 സ്പേമുകൾ കൂടി ചേർന്ന് 2 കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ വരുമ്പോൾ ഈ 3 കുട്ടികളുടെയും സ്വഭാവം 100% ഒരുപോലെയായിരിക്കുമോ? പറയൂ. അപ്പോൾ ഇത് ഒരേ അച്ഛൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ എന്തേ ഈ സ്വഭാവങ്ങൾ വ്യത്യസ്തമായത്? ഇതിന് ഉത്തരം പറയാൻ ബയോളജിക്കോ മെഡിക്കൽ സയൻസിനോ സാധിച്ചില്ല. അവരൊക്കെ പറയുന്നത് ദാറ്റ് ഡിപ്പെൻസ്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നു സിറ്റുവേഷനെ. ഏത് സിറ്റുവേഷനാണ് എനിക്ക് മനസ്സിലായില്ല. എൻവയറമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഒരു 10 കുട്ടികളെ നമ്മൾ ഒരേ എൻവയറമെൻറ്റിൽ ഒരേ രീതിയിൽ എടുത്ത് വളർത്തിയാലും ഒരേ ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും സ്വഭാവം ഒരുപോലെ ഇരിക്കുമോ? ഉണ്ടോ ഇല്ലയോ? അപ്പോൾ ഈ സ്വഭാവത്തെ നിശ്ചയിച്ച ഘടകം ഏതാണ്? സ്പേമിലുള്ള ഒരു സ്വഭാവമുള്ളൊരു മനസ്സ്. ഈ സ്പേമിലെ സ്വഭാവമുള്ള മനസ്സിനെ നിശ്ചയിച്ചത് അച്ഛനാണോ എന്നാണ് എൻ്റെ ചോദ്യം. ക്ലിയർ ആണോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? ആണോ അല്ലയോ? ശരീരമാണോ? ശരീരമാണെങ്കിൽ എല്ലാ സ്പേമിൻ്റെയും സ്വഭാവം ഒരേപോലെ ഇരിക്കണം. എന്നാൽ ഇന്നേ വരെ എല്ലാറ്റിൻ്റെയും സ്വഭാവം വ്യത്യസ്തമായിട്ടാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ
ഓരോ സ്പേമും ഒന്നിൽ നിന്ന് പറയൂ വ്യത്യസ്തമാണെന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എവിടുന്ന് വന്നു ഈ വ്യത്യസ്ത സ്പേമുകൾ? ഈ സ്പേമുകളാണ് ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് ചേരുന്ന ജീവാത്മാക്കൾ അഥവാ മനസ്സുകൾ എന്ന് പറയുന്നത്. ഇത് എൻ്റെ വ്യാഖ്യാനമല്ല, കൃഷ്ണൻ ഇത് മനോഹരമായി പറഞ്ഞു തരുന്നു ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിലെ 22-ാം ശ്ലോകം. നിങ്ങളൊക്കെ ഈ ശ്ലോകങ്ങൾ എഴുതി വെക്കണേ. ഇത്ര മനോഹരമായൊരു ഗ്രന്ഥം ഇനി ലോകത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഈ ജന്മം നമ്മളത് പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം നിങ്ങൾക്ക് പറ്റും. നഷ്ടം എന്ന് പറഞ്ഞാൽ വീട്ടിലെ സാമ്പത്തിക നഷ്ടമല്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അയ്യോ സ്വാമി അങ്ങനെ പറയരുത് എന്ന്. ഈ നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു അറിവ് നേടിയെടുക്കുന്നതിൽ നിങ്ങൾക്ക് നഷ്ടം പറ്റും. കാരണം അത്ര ഗംഭീരമായ തിയറികളാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത്. ഇപ്പം എന്താണ് മരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ വളരെ മനോഹരമായി പറഞ്ഞു തരുന്നു. മരണമെന്ന് പറയുന്നത്, മരണമെന്നാൽ വാസാംസി ജീർണാനി യദാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തദാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഇത്ര ലളിതമായ ഉദാഹരണങ്ങളിലൂടെ മനുഷ്യനെ ബോധവൽക്കരിച്ച ഒരു ഗുരു ലോകത്തിലുണ്ടാവില്ല. അതുകൊണ്ടാണ് കൃഷ്ണനെ വേദവ്യാസ മഹർഷി ആദരിച്ചുകൊണ്ട് പറഞ്ഞത് കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഇത്ര ലളിതമായ ഉദാഹരണങ്ങൾ നമ്മളൊക്കെ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് കൃഷ്ണൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ദിവസവും നമ്മൾ വസ്ത്രം മാറ്റുന്ന പോലെയാണ് കൃഷ്ണൻ പറയുന്നു ദേഹി. ദേഹി എന്നുള്ള വാക്കിന് അർത്ഥം എടുക്കേണ്ടത് ബോധമുള്ള മനസ്സ്. നിങ്ങളുടെ മനസ്സ് അതെന്ത് ചെയ്യുന്നു? ദേഹം വിഹായ, ദേഹത്തെ വിട്ട് നവാനി ഗൃഹ്ണാതി, പുതിയതിനെ ധരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണേ. ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ വിയോഗമുണ്ട്, സംയോഗമുണ്ട്. Every day it happens. When you go to sleep, your mind detaches. The mind separates. When you wake up, again the mind unites. കൂടിച്ചേരുന്നു. രാത്രി ഉറങ്ങുമ്പോൾ വേർപിരിയുന്ന ശരീരത്തിലല്ല രാവിലെ ഉണരുമ്പോൾ മനസ്സ് കൂടിച്ചേരുന്നത്. ഇന്നലെ എത്ര വയസ്സായിരുന്നു നിങ്ങൾക്ക്, ഇന്ന് രാവിലെ നിങ്ങളുടെ പ്രായം അതല്ല. ശരിയാണോ? ഇന്നലെ 40 വയസ്സാണ് ഒരാൾക്കെങ്കിൽ ഇന്ന് അയാൾക്ക് 40 വയസ്സും ഒരു ദിവസവും. പക്ഷേ 40 വയസ്സുള്ള സമയത്തുള്ള മനസ്സ് 40 വയസ്സും ഒരു ദിവസമുള്ളപ്പോഴും ഉണ്ട്. ഉണ്ടോ? വേർപിരിയലുമുണ്ട്, കൂടിച്ചേരലുമുണ്ട്. വളരെ ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കൂ. ഓരോ ദിവസവും വേർപിരിയുന്നു, ഓരോ ദിവസവും കൂടിച്ചേരുന്നുവെങ്കിൽ ഈ ശരീരം മുഴുവൻ നഷ്ടപ്പെട്ടാലും വേർപിരിഞ്ഞാലും കൂടിച്ചേരൽ ഉണ്ടാകാതിരിക്കുമോ? If it happens regularly, എല്ലാ ദിവസവും വേർപിരിയലുണ്ട്, എല്ലാ ദിവസവും കൂടിച്ചേരലുണ്ട്. അതും ശ്രദ്ധിക്കൂ നിങ്ങൾ. വേർപിരിയുന്ന ശരീരത്തോടല്ല വീണ്ടും പറയൂ കൂടിച്ചേരുന്നത്. വേർപിരിയുന്നത് ഒരു പ്രായമുള്ളതും കൂടിച്ചേരുന്നത് മറ്റൊരു പ്രായമുള്ളതുമാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്: ഒരു ബാല്യ ശരീരം, ശൈശവ ശരീരം, അത് വിട്ട് കൗമാര ശരീരം, അത് വിട്ട് അടുത്ത ശരീരം, ഇങ്ങനെ ഒന്നൊന്നിനെ വിട്ട് മറ്റൊന്നിൽ കൂടിച്ചേരാനുള്ള കഴിവ്, പൊട്ടൻഷ്യൽ പോസിബിലിറ്റി മൈൻഡിനുണ്ടെങ്കിൽ ഈ ശരീരം വിട്ടാൽ മറ്റൊരു ശരീരത്തോട് കൂടിച്ചേരാനുള്ള ആ പൊട്ടൻഷ്യാലിറ്റി ആ മനസ്സിനുണ്ടാകുമോ?
ഉണ്ടാകുമോ? കൃഷ്ണൻ പറയുന്നു ഉണ്ട്. അതുകൊണ്ട് വേർ യു വിൽ ഗോ ആഫ്റ്റർ ഡെത്ത്, മറ്റൊരു ശരീരത്തിൽ പോകും, ഒരു സ്പേമായി നിങ്ങൾ മാറും. മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ വരുമോ? അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് പോലിരിക്കും. നിങ്ങളുടെ കയ്യിലിരിപ്പൊന്നും ശരിയല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യ ശരീരത്തിൽ വരും എന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. മനസ്സിലായില്ലേ? കൃഷ്ണൻ്റെ വാക്കുകളാണ് ഞാൻ പറയുന്നത്. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിത പ്രദുഷ്യന്തോഭ്യസൂയന്ത. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഭഗവാൻ തന്നെ പറയുന്നു, ആസുരീം യോനിമാശ്ചാദ്യ. അവര് എങ്ങോട്ട് പോകുന്നു? ആസുരീ യോനികളിലേക്ക് പോയിട്ട് മാമപ്രായൈവ കൗന്തേയ തദോ യാന്തി അധമാം ഗതിം. അവരുടെ യാത്ര മനുഷ്യ ശരീരത്തിലേക്ക് പോയിക്കൊള്ളുന്നില്ല. ഇത് ഡാർവിൻ്റെ തിയറി പോലെ കുരങ്ങൻ മനുഷ്യനാവുന്നതല്ല. മനുഷ്യനെ വീണ്ടും ആരാവാൻ പറ്റും? കുരങ്ങനാവാൻ പറ്റും. സ്വഭാവം ശരിയല്ലെങ്കിൽ ഒരു കുരങ്ങനാവാനൊക്കെ പറ്റും. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് നമ്മുടെ എവല്യൂഷൻ നിശ്ചയിക്കുന്നത്, ഡാർവിൻ പറഞ്ഞത് എവല്യൂഷൻ ഈസ് ഡിസൈഡഡ് ബൈ ദ സെൽസ് എന്ന് ഡാർവിൻ പറയുമ്പോൾ, കൃഷ്ണൻ പറയുന്നത് യുവർ എവല്യൂഷൻ ഈസ് ഡിസൈഡിങ് ബൈ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സാണ് നിശ്ചയിക്കുന്നത്. നോക്കൂ നിങ്ങൾ, കൃഷ്ണൻ്റെ ഈ തിയറികളൊക്കെ ഗീതയിലുണ്ടോ എന്നുള്ളത് ഭഗവത്ഗീതയിലെ 16 എടുക്കൂ നിങ്ങൾ. അവിടെ ഈ ശ്ലോകങ്ങളൊക്കെ നോക്കൂ നിങ്ങൾ. അഹങ്കാരം ബലം ദർപ്പം, ശ്ലോകം 16 15 16 അധ്യായത്തിൽ 18 ആയിരിക്കണം അല്ലേ? 16 18 ശ്ലോകം. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാം മാമാത്മപരദേഹേഷു പ്രദ്യുഷ്യന്തോഭ്യസൂയകാം. അഹങ്കാരം, അഹങ്കാരം എന്ന് ഞാൻ പറയണ്ടല്ലോ. ദുരഭിമാനം, പിടിവാശി, ദുർവാശികൾ, ഈഗോ അതിൻ്റെ ലെവലിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ. കാമം, ബലം, ദർപ്പം, ക്രോധം, പ്രദ്യുഷ്യന്തോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മാമാത്മ പരദേഹേഷു മറ്റുള്ള ശരീരങ്ങളെ വേദനിപ്പിക്കുന്ന. ഇപ്പം ഡൽഹിയിൽ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നു. അവളെ കൊന്നവർ ഇനിയിപ്പോൾ അവരെ തൂക്കിക്കൊന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെയൊക്കെ ആ മനസ്സ് എവിടെ പോവും? ഈ ക്രൂരത കാണിക്കുന്നവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? പാവം മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കുറേ ഇസ്ലാമിക് പണ്ഡിതന്മാർ. റോങ് ആയിട്ട് അവരെ മതം പഠിപ്പിച്ചു. അങ്ങനെയാണ് ഈ താലിബാനിസം ഉണ്ടായത്. അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരാളെ കൊന്നാലും, ക്രൂരമായി കൊന്നാലും, അത് ദൈവത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് സ്വർഗം തരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജിഹാദ് എന്നുള്ളൊരു വാക്ക് അവരെ പഠിപ്പിച്ചത്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജിഹാദ് എന്ന് പറയുന്നത് ക്രൂരത കാണിച്ചാലും ദൈവം അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അത്രേ. ദൈവം അവരെ എവിടെ കൊണ്ടുപോകും? ദൈവലോകത്തിലേക്ക് കൊണ്ടുപോകും അത്രേ. പാവം ദൈവത്തിൻ്റെ ലോകം കിട്ടാൻ വേണ്ടി എത്രയോ പാവങ്ങളെ ക്രൂരമായി ഈ ബോംബ് വെച്ചും മറ്റുമൊക്കെ കൊല്ലുന്നവരതാണ് ചെയ്യും. പക്ഷെ കൃഷ്ണൻ പറയുന്നു, അവിടെ ഇരുന്ന് ഒരു ദൈവവും സ്വർഗത്തിലേക്ക് വിളിക്കാനില്ല. ഒന്നാമത് അവിടെ ഒരു ദൈവവും ഇല്ല, രണ്ടാമതൊരു സ്വർഗവും ഇല്ല. പിന്നെ എവിടെ പോവും ഈ അഹങ്കാരം, ബലം, ദർപ്പം, മറ്റുള്ളവരെയൊക്കെ വേദനിപ്പിക്കുന്നവർ? ഭഗവാൻ പറയുന്നു, 20 ശ്ലോകം എടുത്ത് നോക്കൂ അതേ അധ്യായത്തിൽ. ആസുരിം യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി മാമപ്രായേവ കൗന്തേയ തദോ യാന്ത്യധമാം ഗതിം. ആസുരീയോനി, ആസുരീയോനി എന്ന് പറഞ്ഞാൽ വേദന അനുഭവിക്കാൻ പ്രാപ്തമായ ശരീരം എന്നർത്ഥം. That body will be qualified, that mind will be qualified to go through the experience of pain. നിങ്ങൾ ഒരു പക്ഷേ എന്നോട് ആക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല. ഐ ഡോണ്ട് കെയർ ഇറ്റ്.
ഒരു പെൺകുട്ടിയെ 5-6 പേര് ഇരുന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുമ്പോൾ ശരിയാണ്, ഒരു വശത്ത് അതിക്രൂരമായ പ്രവൃത്തിയാണ്. ബട്ട് വാട്ട് അട്രാക്ട് എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ആ പെൺകുട്ടിയോട് അവർക്ക് ആ വികാരം തോന്നി? എന്തുകൊണ്ട് ആ സമയത്ത് ആ വികാരം തോന്നി? ഒരു സത്യം നിങ്ങൾ കൃഷ്ണൻ പറയുന്നത് മറക്കരുത്. മൈൻഡ് അട്രാക്ട്. ഞാൻ കൊടുത്തതൊക്കെ എന്നിലേക്ക് മൈൻഡ് അട്രാക്ട് ചെയ്തിരിക്കും. അങ്ങനെയൊന്നും ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല, നിയമങ്ങളൊക്കെ എത്ര നിങ്ങൾ ഉണ്ടാക്കിയാലും. ഒരുപക്ഷെ അതുകൊണ്ടാണ് മനസ്സിനെക്കുറിച്ചുള്ളൊരു പഠനം ആവശ്യമാണെന്ന് പറയുന്നത്. നാം ഒരാളെ ഇവിടെ വേദനിപ്പിച്ച് പോയി വേറൊരു ശരീരത്തിൽ പ്രവേശിച്ച ഒരു ബീജമായി പിന്നീടൊരു ശരീരം കിട്ടിയാലും ഈ മനസ്സ് കൊടുത്തിരിക്കുന്ന വേദനകളുടെയൊക്കെ ചിന്തകൾ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, പലരെയും ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ കുട്ടിക്കാലത്തെ എന്നോട് ചോദിക്കുകയാണ്, സ്വാമി എങ്ങനെയാണ് സ്വാമി? എനിക്ക് എൻ്റെ കുട്ടിക്കാലം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഹൗ മൈ പാരൻസ് ബ്രോട്ട് മീ അപ്പ്. ഈവൻ പീഡനങ്ങളിൽ തന്നെ ചിലർ പറയാറില്ലേ, 10 കൊല്ലം മുമ്പ് പീഡിക്കാൻ തുടങ്ങി, 20 കൊല്ലം മുമ്പ് പീഡിപ്പിക്കാൻ തുടങ്ങി എന്നുള്ള കഥകൾ പറയുന്നുണ്ട്. അപ്പം ആ സമയത്തുള്ള പീഡനത്തിൻ്റെ ചിന്തകളൊക്കെ ഇപ്പോഴും പറയൂ ആ മനസ്സ് ക്യാരി ചെയ്യുന്നുവെങ്കിൽ ഈ ശരീരം വിട്ടാലും ആ പീഡനങ്ങളൊക്കെ ക്രൂരതകളൊക്കെ മനസ്സ് മറക്കുമോ? അതുകൊണ്ടല്ലേ കവി പാടിയത്, ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ. എത്ര മനോഹരമായിട്ടാണ് പാടിയത്. ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, അല്ലേ? മോതിരക്കൈ, എന്താ വരികള്? മോതിരക്കൈ മരവിച്ചു, മുരടിച്ചു, മനസ്സ് മാത്രം മുരടിച്ചില്ല. അത് മുരടിപ്പിക്കാൻ ആർക്കും സാധ്യമില്ല. ഈ ഒരു അറിവ് നമ്മൾ സൊസൈറ്റിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൈൻഡ് അട്രാക്ട്. നല്ലത് ചെയ്താൽ നല്ലതിലേക്ക് അട്രാക്ഷൻ, തെറ്റുകൾ ചെയ്യുമ്പോൾ ക്രൂരതകളിലേക്ക് അട്രാക്ഷൻ. അപ്പം അങ്ങനെ മനസ്സ് അട്രാക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ പേരാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, ക്രൂരതകളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന മനസ്സിനെയാണ് ഭഗവാൻ ആസുരീയോനി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് രക്ഷപ്പെട്ടു എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആസുരീയോനി. എന്നിട്ടോ മൂഢാ ജന്മനി ജന്മനി മാമപ്രായേവ കൗന്തേയ. ആ മനസ്സിനൊരിക്കലും എന്നെ പ്രാപിക്കാൻ സാധ്യമല്ല. അധമാം ഗതിം, വേദനകളിൽ നിന്നും. നോക്കൂ, ഒരു പെൺകുട്ടിയൊക്കെ മരിക്കുമ്പോൾ അവൾ എത്ര റെസിസ്റ്റ് ചെയ്താലും, അതുപോലെ ഇനി കൊന്നവർ, ആ കുട്ടിയെ കൊന്നവരും ഇനിയിപ്പോൾ ആ വേദനകളിലൂടെയാണ് ഇഞ്ചിഞ്ചായി കടന്നു പോകുന്നവർ ആണോ? ഡേ ബൈ ഡേ അധമാം ഗതിം, പോകുന്നത് ഒരു മെൻ്റൽ ഡിറ്റോറിയേഷനിലേക്കാണ്. അതുകൊണ്ട് ഞാൻ എന്തിനാ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ നാം ഇതുവരെ ഫോക്കസ് ചെയ്യാത്തൊരു സാധനമാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സാണ് ക്രിയേറ്റർ എന്ന് പറയാനാണ്. ആ മനസ്സാണ് ഡിസൈനർ. ആ മൈൻഡാണ് ഡിസൈഡർ. ആ മൈൻഡാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇത് നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഡാർവിൻ തിയറി അബ്സേർഡ് എന്ന് പറഞ്ഞത്. ഹീ തോട്ട്സ് ദാറ്റ് ബോഡി ഡിസൈഡ്സ് എവറിത്തിങ്. ബോഡി മൾട്ടിപ്ലൈ, മനസ്സുണ്ടായി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണത്. തീരുമാനിക്കുന്നത് മുഴുവൻ പറയൂ മനസ്സാണ്. ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞ് വേണോ, കല്യാണം കഴിക്കണോ, ഏത് കല്യാണം കഴിക്കണം, എപ്പോൾ കുഞ്ഞ് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മനസ്സാണ്. ഇനി ഉള്ള കുഞ്ഞിനെ വേണോ വേണ്ടേ ഒക്കെ തീരുമാനിക്കുന്നത് മനസ്സാണ്. ആണോ അല്ലയോ? ആ ഒരു കാര്യം മാത്രം അവർ പഠിപ്പിച്ചില്ല. സെല്ലുകളിൽ നിന്നും മനസ്സുണ്ടാവുന്നു. ഫൂളിഷ്നെസ് അല്ലേ പഠിപ്പിക്കുന്നത്? നമ്മളെപ്പോലെ പൊട്ടന്മാരെ പഠിപ്പിക്കാൻ കിട്ടിയതുകൊണ്ട് അവർ പഠിപ്പിക്കണമെന്ന് മാത്രം. ഇതിലേ ഈ ഗീതയൊക്കെ ഒന്ന് പഠിപ്പിക്കേണ്ടതല്ലേ കുട്ടികളെ? ഇത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരാൾക്കും ക്രൂരത ചെയ്യാൻ തോന്നില്ല. കാരണം ക്രൂരത ചെയ്താലും ഇവിടം കൊണ്ട് രക്ഷപ്പെടില്ല. വീണ്ടും ക്രൂരതകളിലേക്ക് മനസ്സ് ആകർഷിക്കപ്പെടും. കൊടുത്ത വേദനകളൊക്കെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ
താൻ അനുഭവിക്കണം എന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ? ഈ ഒരു സത്യം ഇത് എഡ്യൂക്കേഷനിലൊക്കെ വേണ്ടതാണോ? വേണ്ടതാണോ? ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളും ഞാനൊക്കെ ഒന്ന് ഉണരണം, ഗീതയൊക്കെ ഒന്ന് നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു പുതിയ സൊസൈറ്റിയെ രൂപാന്തരപ്പെടുന്നത്. ഈ പൊട്ട വിദ്യാഭ്യാസത്തിനൊക്കെ മാറ്റിയെടുക്കണം. ലൈഫുമായി ബന്ധപ്പെട്ടൊരു വിദ്യാഭ്യാസം വേണം. വേണ്ടയോ? അതാണ് ഗീതയുടെ പ്രസക്തി. നമ്മൾ ഉണരേണ്ട ഒരു സമയമായിരിക്കണോ? അത്ര നമ്മളെ ഫൂളിഷ്നെസ്സാണ് ഗവൺമെൻറ് സിസ്റ്റങ്ങൾ പഠിപ്പിക്കുന്നത്. ആൻഡ് ദി തിങ്ക് ദാറ്റ് ദിസ് എഡ്യൂക്കേഷൻ ഈസ് ദ പെർഫെക്റ്റ് തിങ്. ഈ ഗീതയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് നോൺസെൻസ്. ഒരു യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണമെന്ന്. അതുകൊണ്ട് പറയൂ, മനസ്സും ശരീരവും ഒന്നാണോ രണ്ടാണോ? രണ്ടാണ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? അപ്പം ശരീരം വേർപിരിഞ്ഞാൽ മറ്റൊന്നുമായി കൂടിച്ചേരുന്ന പോലെ മനസ്സും വേർപിരിഞ്ഞാൽ വേറൊരു ശരീരവുമായി കൂടിച്ചേർന്ന് അത് സ്പേമായി, അത് അവിടുന്ന് വീണ്ടും മറ്റൊരു ശരീരം കിട്ടുന്നത് വരെ ഒരു ശരീരത്തിൽ നിന്നും, ഇതാണ് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ പുനരഭിജനനം പുനരപി മരണം പുനരഭിജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢം. പുനരഭിജനനം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്നു. പുനരഭി മരണം എന്ന് പറഞ്ഞാൽ വേർപിരിയുന്നു. പുനരഭിജനനം വീണ്ടും ഈ ഒരു യാത്രയാണ്. അതുകൊണ്ട് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈക്കിൾ. ഇറ്റ് ഈസ് നോട്ട് എ ജേർണി ഫ്രം ബർത്ത് ടു ഡെത്ത്. ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ ലൈൻ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് സർക്കിൾ. അതിങ്ങനെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക്, വീണ്ടും ഒന്നിലേക്ക്. ഇതിന് എവിടെയാണ് അവസാനം? ചുരുക്കം പറഞ്ഞാൽ ഇതിന് അവസാനം എന്ന് പറയുന്നത് ഇല്ല. ഇതിങ്ങനെ കൂടിച്ചേർന്നു, വേർപിരിഞ്ഞ് വീണ്ടും കൂടിച്ചേർന്ന്. അപ്പോൾ സ്വാമീൻ്റെ പറയുന്നത് ഭഗവാനിലേക്ക് കഴിഞ്ഞാൽ, ലയിച്ചാലൊക്കെ കഴിഞ്ഞു എന്നൊക്കെ. ഭഗവാനിലേക്ക് ലയിച്ചാലും നിങ്ങൾ വീണ്ടും വരും. വീണ്ടും വരുമോ നിങ്ങൾ? വീണ്ടും നിങ്ങൾ വരും. പിന്നെ നിങ്ങൾ എന്തിനാ വരിക? പിന്നെ നിങ്ങൾ പണ്ടത്തെ പോലെ കേ എന്ന് പറഞ്ഞ് കരയാനല്ല വരിക. പിന്നെ നിങ്ങൾ വരുന്നത് മറ്റൊരാളെ പോലും ഉയർത്താൻ. കാരണം നിങ്ങളുടെ മനസ്സ് അവിടെ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി ഇത് എവിടുന്നാണ് പുറപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി ഇത് എവിടെയാണ് കൊണ്ട് എത്തിക്കേണ്ടത്. ഈ വഴികളൊക്കെ നിങ്ങൾക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ശബരിമലയിൽ 2 വർഷം പോയി 3 വർഷം പോയി ഗുരുസ്വാമി ആയാൽ പിന്നെ ആ ഗുരുസ്വാമി മറ്റുള്ള ആസ്വാമിമാരെ കൊണ്ടുപോയി അവർ ചിന്നസ്വാമിയായി, കഞ്ഞിസ്വാമിയായി. ഇവിടുന്ന് കന്നിസ്വാമിയാവും, ശബരിമല എത്തിയാൽ കഞ്ഞിസ്വാമിയായി. അവിടെ കഞ്ഞി എന്നാണ് വിളിക്കുക അവർ സ്വാമിമാരെ. അവർ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ ആ പമ്പയിൽ കയറുമ്പോൾ തന്നെ വിളിക്കും സ്വാമി കഞ്ഞി, സ്വാമി കഞ്ഞി, സ്വാമി കഞ്ഞി എന്ന്. ഇവിടുന്ന് പോയത് കന്നി എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ എത്തി ഒരു 2-3 കൊല്ലം അയാളെ ശബരിമലയിൽ പോയി. അങ്ങനെ പോയി അവസാനം ഈ കന്നി സ്വാമിയും കുറേ കഴിഞ്ഞാൽ ഗുരുസ്വാമിയായി. പോവാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതേപോലെ ഞാനും നിങ്ങളൊക്കെ കന്യസ്വാമികളും ചിന്നസ്വാമികളും ഗുരുസ്വാമിയായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം നമ്മളിതൊക്കെ കേട്ട് നമ്മൾ മാനസികമായി ഉയരും തോറും നമ്മളും ഒരു ഗുരുസ്വാമിയായി മാറും. ഒന്നുകിൽ ഗുരുസ്വാമിയാവും അല്ലെങ്കിൽ ആസ്വാമിയാവും. ഏത് സ്വാമിയാവണം നിങ്ങൾ തീരുമാനിക്കണം. ഏതായാലും ഇപ്രകാരം ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ മനസ്സിൽ സംഭവിക്കണം. അപ്പോൾ 2 കാര്യങ്ങൾ ഞാനിവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ നിർത്തുകയാണ്. ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് 2 സത്യങ്ങൾ ഉൾക്കൊള്ളണം. പരം സത്യം ധീമഹി, ധ്യാനിക്കാനാണ് പറയുന്നത്. ഒന്നാമത്തത് നമ്മളെന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോഴും ഒരിക്കലും നിങ്ങൾക്ക് തോന്നരുത് നിങ്ങളെന്ന് പറയുന്നത് ഒരു ശരീരത്തിൽ കുടികൊള്ളുന്ന ഒരാളാണെന്ന്. നിങ്ങളിപ്പോൾ ശരീരത്തിൽ കുടികൊള്ളുന്ന ഒരു ജീവനെ ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മരിച്ചു പോയാൽ ജീവൻ എന്താ പറയുക, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ജീവൻ പോയി എന്നാ പറയുക. ഈ വിഡിത്തം നിങ്ങൾ പറയരുതിനെ. കാരണം നിങ്ങളത് പറയുന്നതിന് കാരണം ശരീരത്തിലൊരു ജീവനുണ്ടെന്ന് ഉറപ്പിക്കുകയാണ്.
അപ്പം ശരീരത്തിലൊരു ജീവൻ, അതായത് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിരിക്കുന്ന പോലെ, അത് ഫൂളിഷ്നെസ്സാണ്. ശരീരത്തിലൊരു ജീവൻ എന്നുള്ളതല്ല, ശരീരവും ജീവചൈതന്യമായ മനസ്സും കൂടിച്ചേർന്നിരിക്കുന്നവരാണ്. ഒന്ന് ഒന്നിലല്ല ഇരിക്കുന്നത്, രണ്ടും കൂടിച്ചേർന്നിരിക്കുന്നു. കൂടിച്ചേർന്നത് രണ്ടും വേർപിരിയുന്നു. ഒന്നൊന്നിലേക്ക് ലയിക്കുന്നു, മറ്റൊന്ന് മറ്റൊന്നിലേക്ക് ലയിക്കുന്നു. മനസ്സിലാവുണ്ട് നിനക്ക്? അപ്പം ഇവിടെ ജനനം എന്ന് പറയുന്നത് ഏത് ഭാഷ ഉപയോഗിക്കണം? പറയൂ. ജനനം എന്ന് പറയുന്നത് കൂടിച്ചേർന്നിരിക്കുക എന്നൊരു ഭാഷ ഉപയോഗിക്കണം. മരണം എന്നതിന് എന്ത് ഭാഷ ഉപയോഗിക്കണം? വേർപിരിയുക എന്ന്. അങ്ങനെ വേർപിരിയലും കൂടിച്ചേരലുമായി അതിലൂടെ നമ്മൾ ചക്രത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഈ സത്യം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ നിങ്ങളൊരിക്കലും മാനസികമായി തളരേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്കൊരു മരണം സംഭവിച്ചു എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും, മരിച്ചു പോവുകയല്ല ചെയ്തത്, വേർപിരിഞ്ഞതാണ്. വേർപിരിഞ്ഞത് മറ്റൊരു ശരീരത്തിലേക്ക് കൂടിച്ചേർന്ന് ബീജമായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ശരീരത്തിൽ നിൽക്കുന്നുവെങ്കിൽ ഞാൻ ആർക്കു വേണ്ടി കരയണം? എന്തിനു വേണ്ടി കരയണം? ആരെ ഓർത്ത് കരയണം? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു പരമസത്യം നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഒരാളുടെ മരണവും നിങ്ങളെ മാനസികമായി തളർത്തില്ല. ശരിയാണോ ഈ പറയുന്നത്? ശരിയാണോ ഇത്? ഇതൊക്കെ നമ്മൾ അതുകൊണ്ട് മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കണം, ചിന്തകൾ മാറ്റിയെടുക്കണം. ഇന്ന് നിങ്ങൾക്ക് ഞാനിതൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, നിങ്ങൾ ആ തെറ്റുറപ്പിച്ചു പോയി. അതുകൊണ്ടാണ് നിങ്ങൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയ്യോ ആൾ പോയി എന്ന് പറയുന്നത്. ആൾ പോയി എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ശരീരത്തിൽ നിന്ന് എന്തോ ഈ പുട്ടിൻ്റെ കുറ്റിയിൽ നിന്ന് ആവി വരുന്ന പോലെയാണ് ഒരാളുടെ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടുപോകുന്നത്. അതുവരെ പുട്ടിൻ്റെ കുറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു, ആവി വന്നതോട് കൂടിയിട്ട് ആവി വന്നു പോയെന്ന്. ഇതേപോലെ ഇങ്ങനെ ഒരാളുടെ ബും ആവി പോയി, ആൾ ഫ്ലാറ്റ് പോയി. ഇതാണോ മരണം എന്ന് പറയുന്നത്? പിന്നെ ഒരിക്കലും മരിച്ചു പോയി എന്ന് പറയരുത് നിങ്ങൾ. ഇനി പറയേണ്ടത് വേർപിരിഞ്ഞു, വേറൊരു ശരീരത്തിലേക്ക് കൂടിച്ചേർന്നിരിക്കണം. ഇത് നിങ്ങളുടെ മാത്രം പറഞ്ഞാൽ മതി. മരിച്ച വീട്ടിൽ പോയി പറഞ്ഞാലല്ലോ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അതിനൊരു സുഹൃതം വേണം, അതിനൊരു ഭാഗ്യം വേണം. അതുകൊണ്ട് എത്രത്തോളം നിങ്ങളിത് ഉറപ്പിക്കുന്നോ അത്രത്തോളം മരണം നിങ്ങളെ അല്പം പോലും. ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്, ചിത്രകേതു ഉപാഖ്യാനം. ഒരു അച്ഛൻ മകൻ മരിച്ചപ്പോൾ മാനസികമായി തളർന്ന് നെഞ്ചത്തടിച്ച് കരയുമ്പോൾ നാരദ മഹർഷി ശരീരം വിട്ടുപോയ ആ ജീവ മനസ്സിനെ, ദേഹിയെ ഈ പിതാവായ ചിത്രകേതുവിന് കാണിച്ചു കൊടുത്തു. കണ്ടുകൊണ്ട് കണ്ടു എന്നല്ല പറയണത്, അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്തു, ആ മകൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നാരദ മഹർഷി തൻ്റെ യോഗശക്തി കൊണ്ട് പറയാണ്, ഈ മനസ്സേ, ദേഹി, നിനക്ക് ഞാൻ എൻ്റെ യോഗശക്തി കൊണ്ട് ശരീരത്തിലേക്ക് തിരിച്ചു വരവ് സമ്മതിപ്പിച്ചു തരാം. യു ക്യാൻ റീ എൻ്റർ ഈ ശരീരത്തിന്, ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ. അപ്പം ഇത് കേട്ടപ്പോൾ ആ ദേഹി മനസ്സ് പറയാണ്, മഹർഷേ, എന്തിനാണോ ഈ കാരണവരിങ്ങനെ അലമുറയിട്ട് കരയുന്നത്? എൻ്റെ അച്ഛനാണെന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിനോടൊന്ന് നിർത്താൻ പറയൂ. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, എനിക്ക് എങ്ങോട്ടും പോകാനില്ല. ഒരു ശരീരം എനിക്കത് വേണ്ട തോന്നി, അവരും പറഞ്ഞു എനിക്കത് വേണ്ട, അവർ വിഷം തന്നു, അത് വിട്ടു. ഞാനിപ്പോൾ വേറൊരു ശരീരത്തിലേക്കുള്ള യാത്രയിലാണ്. കസ്മിന്നമീ മഹ്യം മാധരോ പിതരോ ഭവാൻ ഭ്രാമബിർ, ഞാൻ ഭ്രമിച്ചു, ഞാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യഥാ വസ്തൂനി പണ്യാനി ഹേമാധീനി, ഭാഗവത്തിലെ വരികളാണ്. എപ്രകാരമാണോ ഒരാളുടെ കയ്യിലുള്ള നോട്ട്, കറൻസി നോട്ട് വേറൊരാളുടെ കയ്യിലേക്ക് പോകുന്നത്, ഇതുപോലെയാണ് ഒരു ശരീരത്തിൽ നിന്നും വിട്ട് മനസ്സ് വേറൊരു മനസ്സിൽ. നിങ്ങൾ ദിവസവും കറൻസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ലേ? ഇതുപോലെ നിങ്ങളെ മനസ്സിനെ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങൾ വേറൊരാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന പോലെ നിങ്ങളുടെ ദേഹത്തിൽ നിങ്ങൾ ഇതുവരെ കരുതിയിരുന്ന ദേഹി, അത് ആ ശരീരത്തിൽ നിന്നും വേറെ ശരീരം. കാരണം ഇവിടെ ഒരിടത്തു നിന്നും വേർപിരിയണം, അത് വേറൊരിടത്തുനിന്ന്. അപ്പം വേർപിരിഞ്ഞിട്ടുണ്ടോ അത് കൂടിച്ചേർന്നേ പറ്റൂ.
ഒരിക്കലും ഒരു എന്താ പറയുക, ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കാൻ മനസ്സിന് സാധ്യമല്ല. അത് വളരെ പഠിക്കണേ. കാരണം ഈ ജ്യോത്സ്യന്മാരെ നിങ്ങളെയൊക്കെ പ്രേതങ്ങളാക്കും, അല്ലെങ്കിൽ അലഞ്ഞു തിരിയുന്ന പ്രേതങ്ങളാക്കും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ ഈ ഭാഷ ഉപയോഗിച്ചത് മരിച്ചു കഴിഞ്ഞാൽ പിതൃലോകത്തിൽ പോകുന്നു. പിതൃലോകം എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചത് ആകാശത്തിൻ്റെ മുകളിലൊരു പിതൃക്കളൊക്കെ കൂടി കാരണവന്മാരുടെ ഒരു ക്ലബ്ബുണ്ട് എന്നാണ്. മനസ്സിലായില്ലേ? എവിടുന്നാവോ ഈ ഫൂളിഷ് തോട്ട്സ് അവർക്ക് കിട്ടിയിരിക്കുന്നത്? അവിടുന്ന് കാരണവന്മാരുടെ ഷീട്ട് കളിക്കുന്ന ക്ലബ്ബോ അങ്ങനത്തെ ഒരു ക്ലബ്ബൊന്നും അവിടെ ഇല്ല. മരിച്ചു പോയാൽ അങ്ങനെ ഒരു ക്ലബിലേക്കൊന്നും ആരും പോകാൻ പോണില്ല. പിതൃലോകം എന്ന് പറഞ്ഞാൽ ഒരു പിതാവാൻ കഴിവുള്ള ഒരാളുടെ ശരീരമാകുന്ന ലോകം എന്നർത്ഥം. എ കോമ്പിറ്റൻറ്റ് ബോഡി എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ബോഡിയിലേക്ക് കയറിക്കഴിഞ്ഞു, അത് ഒരു ശരീരത്തിലേക്ക്, ആണിൻ്റെ ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞു. അപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതര മതസ്ഥർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ പറയുന്നു പുനർജന്മം എന്ന്, ഓക്കെ, വി ആക്സെപ്റ്റ് ഇറ്റ്. പ്രത്യേകിച്ച് ഇസ്ലാമിക് മതവും ക്രിസ്ത്യൻ മതവും പുനർജന്മം ആക്സെപ്റ്റ് ചെയ്യില്ല. അവർ പറയുന്ന പുനർജന്മമുണ്ടെങ്കിൽ ഇപ്പോഴുള്ള പോപ്പുലേഷൻ അതേപോലെ നിൽക്കുകയല്ലേ വേണ്ടത്? കാരണം പണ്ടുള്ളതൊക്കെ അതേപോലെ നിൽക്കുകയല്ലേ വേണ്ടത്? ഇവിടെ നമ്മൾ കാണുന്നത് മുമ്പ് ഇല്ലാത്ത പോപ്പുലേഷനാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യുന്നുവെങ്കിൽ പുതിയ പോപ്പുലേഷൻ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇന്നത്തെ പോപ്പുലേഷൻ കൂടുന്നുവെങ്കിൽ അപ്പം അന്ന് ഇല്ലാത്തതൊക്കെ ഇന്ന് ഉണ്ടാവുന്നെങ്കിൽ പുതിയതുണ്ടാവുന്നുണ്ട്. അപ്പം നിങ്ങളുടെ തിയറി ശരിയല്ല. നിങ്ങളുടെ തിയറി പ്രകാരം നേരത്തെ ഉള്ളത് അതേപോലെ റിപ്പീറ്റ് ചെയ്യുക വേണ്ടത്. അന്നും അതേ പോപ്പുലേഷൻ, മനസ്സിലാവുണ്ട് ഈ പറയുന്നത്? അന്നും ഇന്നും എല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. നിങ്ങളുടെ തിയറി പ്രകാരം അതായിരിക്കണം. പക്ഷെ നമ്മൾ കാണുന്നത് മുമ്പ് മൈനസ് ആയിരുന്നു, ഇപ്പോൾ പ്ലസ് ആയിട്ട് പോകുന്നു. അപ്പം അതെങ്ങനെ യോജിക്കുന്നുള്ളതാണ്. അവർ ഈ തിയറികളെ കാണുന്ന വേറെ രൂപത്തിൽ പിന്നീട് നമുക്ക് നോക്കാം. ഏതായാലും ഈ തിയറിക്ക് എന്താണ് ആൻസർ? ഈ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ? നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ സെൻസസ് കൗണ്ട് ചെയ്യുന്നത് ബോഡിയെ ബേസ് ചെയ്തിട്ടാണ്. ബോഡിയെ ബേസ് ചെയ്തിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡിയെ വീണ്ടും കൗണ്ട് ചെയ്യുമോ? കൗണ്ട് ചെയ്യോ ഇല്ലയോ? ഹി ഈസ് നോ മോർ ഇൻ ദ ലിസ്റ്റ്. കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാലം അയാളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്, സെൻസസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ബോഡി ആയിരുന്നോ മനസ്സായിരുന്നോ? ബോഡി മാത്രമായിരുന്നോ? ശരി, നിങ്ങൾ ബോഡി എന്ന് വെച്ചോളൂ. എങ്കിൽ മരിച്ചു കഴിഞ്ഞാലും ബോഡി അവിടെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് ലിസ്റ്റിൽ അയാളെ ഉൾപ്പെടുത്തുന്നില്ല? അപ്പം ആ വ്യക്തിയെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെങ്കിൽ വെറും ബോഡി പോരാ, അതിൽ മനസ്സ് വേണം. മനസ്സ് വിട്ടുപോയതോടുകൂടി ആ ബോഡി ലിസ്റ്റിൽ നിന്നും പോയി കഴിഞ്ഞുവെങ്കിൽ കൗണ്ട് ചെയ്യേണ്ടത് ബോഡിയെയാണോ അതോ മനസ്സിനെയാണോ? അപ്പം മനസ്സിനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഓരോ സ്പേമിനെയും കൗണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ യഥാർത്ഥ പോപ്പുലേഷൻ എത്രയായിരിക്കും? അന്നും ഇന്നും പോപ്പുലേഷനുണ്ട്. അന്നും കുറേ സ്പേംസിന് ശരീരം കിട്ടാതെ അലഞ്ഞു തിരിയുന്നുണ്ട്. ഇന്നും കുറേ ശരീരങ്ങൾക്ക് കിട്ടാതെ നടക്കുന്നുണ്ട്. പക്ഷെ ഇന്നെന്തുകൊണ്ട് പോപ്പുലേഷൻ കൂടി? കുറേ സ്പേംസിന് ശരീരമാവാനുള്ള അണ്ടങ്ങൾ, ഇന്ന് കുറേ ശരീരങ്ങൾ കൂടി വന്നതുകൊണ്ട് അത്രയും സ്പേംസിന് എന്ത് കിട്ടുന്നുണ്ട്? ബോഡി കിട്ടുന്നുണ്ട്. ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. എത്ര ജീവാത്മാക്കൾ, അങ്ങനെ ഭാഷ ഉപയോഗിക്കാം, ജീവചൈതന്യങ്ങൾ, എത്ര മനസ്സുകൾ ഇന്നുണ്ടോ, എത്ര മനസ്സുകൾ അന്നുണ്ടോ, അന്നും ഇന്നും അതെല്ലാം ഒരുപോലെയാണ്. പുതിയൊരു മനസ്സ് രൂപാന്തരപ്പെടുകയല്ല ചെയ്യുന്നത്. നേരത്തെ ഉള്ളത് ഒരു ശരീരത്തോട് കൂടിച്ചേരുകയാണ്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത്. അവ്യക്തതയിൽ നിന്ന് നേരത്തെ അവ്യക്തമായത് പിന്നീട് വ്യക്തമാവുന്നു, വീണ്ടും അവ്യക്തമാവുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. അതായത് ഇവിടെ എത്രമാത്രം ജീവചൈതന്യങ്ങൾ, മനസ്സ് ആദ്യമുണ്ടോ അത്രയും മനസ്സുകൾ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. അന്ന് കുറവും ഇന്ന് കൂടുതലുമില്ല.
നാം ശരീരത്തെ കൗണ്ട് ചെയ്തത് കൊണ്ടാണ് അന്ന് കുറവും ഇന്ന് കൂടുതലും അനുഭവപ്പെടുന്നത്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. നിങ്ങളാരും പുതിയതായി ഈ ലോകത്തിൽ വന്നവരല്ല. നിങ്ങൾ എന്നും ഈ ലോകത്തിൽ ഉണ്ട്, എന്നുമുണ്ട്. ഈ ശരീരം വിട്ടുപോയാലും നിങ്ങൾ ഇവിടെയുണ്ട്. കൃഷ്ണൻ ഗീതയിൽ ഈ ശ്ലോകം പറയുന്നത് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ 12-ാമത് ശ്ലോകം. അർജുനനോട് പറയും, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നചൈവ ന ഭവിഷ്യാമ സർവേ വയമദപരം. അർജുന, അഹം, ഞാൻ മുമ്പ് ഉണ്ടായിരുന്നു, മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല എന്നാണ് പറയുന്നത് അവിടെ വ്യാഖ്യാനം. എന്ന് പറഞ്ഞാൽ മുമ്പ് ഉണ്ടാവാതിരുന്നിട്ടില്ല പറഞ്ഞാൽ മുമ്പ് ഉണ്ടായിരുന്നു. നീയും മുമ്പ് ഉണ്ടായിരുന്നു, ഈ രാജാക്കന്മാരും മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴും നമ്മളുണ്ട്, ഇനിയും നമ്മളെല്ലാം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എന്നും അന്നും ഇന്നും എന്നും ഉണ്ടാകും. നിങ്ങൾ എവിടെ ഉണ്ടാവും? ഇപ്പോൾ നിങ്ങൾ പാലക്കാടുണ്ട്, ഇനി ഇവിടുന്ന് പോയാൽ നിങ്ങൾ വീട്ടിലുണ്ടാവും, അത് കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോയാൽ എവിടെ ഉണ്ടാവും? ആരുടെങ്കിലും ശരീരത്തിലുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ എവിടെ ഉണ്ടാവും? ഒരു ശരീരമെടുത്ത് നിങ്ങൾ വരും. അത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും സ്പേമാവും, വീണ്ടും ശരീരമാവും. ഇങ്ങനെ ഒരു സ്പേമിൽ നിന്നും ശരീരത്തിൽ നിന്നും സ്പേമിൽ നിന്നും ശരീരത്തിൽ നിന്നും യാത്ര ചെയ്യും. അപ്പോൾ സ്വാമി, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു മെനക്കെടും വേണ്ടല്ലോ. ഇതിങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മെനക്കെട്ടാലും ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ഭാഗവതം കേട്ടില്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ എന്തിനാ ഭാഗവതം കേൾക്കുന്നത്? ഇവിടെയാണ് ഭാഗവതം നമുക്ക് ഓർമ്മിപ്പിച്ചു തരുന്നത്. നിങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ മനസ്സ് ധീരമായി, സംതൃപ്തിയോടെ, സന്തോഷത്തോടെ, കൃതാർത്ഥതയോടെ യാത്ര ചെയ്യണോ, അതോ അസ്വസ്ഥമായി വിഷമത്തോടെ, ദുഃഖത്തോടെ, വേദനയോടെ യാത്ര ചെയ്യണോ? ഏത് യാത്രയാണ് വേണ്ടത്? കുറേയും കൂടി ഒരു പോസിറ്റീവ് ജേണി വേണോ, ഒരു നെഗറ്റീവ് ജേണി വേണോ? ഈ പോസിറ്റീവ് ജേണിയാണ് വേണ്ടതെങ്കിൽ എങ്ങനെ നമ്മുടെ മനസ്സിന് പോസിറ്റീവ് എനർജി കൊടുക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഭാഗവതത്തിന് തരാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം അതെങ്ങനെയൊക്കെ നമ്മൾ ഗെയിൻ ചെയ്യണം എന്ന് നമുക്ക് ഭാഗവതത്തിലൂടെ കാണാം. അപ്പം ഞാനിവിടെ നിർത്തുകയാണ്.